നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെട്ടി കഴുകിയെടുക്കാം കേട്ടോ. വലുതുമല്ല ചെറുതുമല്ല. ഇവിടെ അയില കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. കുറേ ദിവസമായിട്ട് അയില അല്ലേനു, കൂന്തളങ്ങി അതിന് കിട്ടല്. ഇപ്പം കുറച്ച് ദിവസത്തിനിടയ്ക്ക് ഒരു അയില കിട്ടിയതാണ്. വലിയ അയിലല്ല, ഇടത്തര ചെറുതുമല്ല, അങ്ങനത്തെ അയിലയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യം തന്നെ അയിലയുടെ രണ്ട് ഭാഗത്തുള്ള ചെതമ്പലാട്ടോ പോക്കിയെടുക്കുന്നത്. ഇതിന് ചെതമ്പലില്ല, ചെറിയ അയില ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള ചിറക് നമുക്ക് ഇങ്ങോട്ട് ഉരിഞ്ഞെടുക്കാം. എന്നിട്ട് വാൽ കഷ്ണം മുറിച്ചെടുക്കാം, വാല് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ അടുത്തുള്ള ചിറകും നമുക്ക് മുറിച്ചെടുക്കാം. രണ്ട് ഭാഗത്തുള്ള മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചകിള, ഇതിൻ്റെ തോട് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന ചകിള നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് അങ്ങോട്ട് ഉരിഞ്ഞെടുക്കാം. ഇതാ ഇതിൻ്റെ വയറ്റിലുള്ള ഈ കറുപ്പൊക്കെ അങ്ങോട്ട് എടുക്കാം. നല്ല അയിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്, ചോരയൊക്കെ തെറിക്കുന്നുണ്ട്. അതാ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണ്ണടക്കമുള്ള പാർട്സ് ഇങ്ങോട്ട് നമുക്ക് കൊണ്ടെടുക്കാം. അതാ റെഡി ആയിട്ടുണ്ട്. അയില മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം അങ്ങനെ തന്നെ മുറിച്ചെടുക്കാം. നമുക്ക് മുറിച്ചെടുത്താൽ കൊടുക്കാം. ചില സമയത്ത് നമ്മളിതാ ഇങ്ങനെ മുറിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങോട്ട് എടുത്താൽ മതി. കറി വെക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുറിക്കാം. ഇതിൻ്റെ അകത്ത് വേസ്റ്റൊക്കെ എടുക്കാം. ഇതാ ചുണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നന്നായി കഴുകിയിട്ടുണ്ട്. പിന്നെ മീൻ മുറിച്ച് കഴുകിയ വെള്ളം നമ്മൾ പുറത്തേക്ക് ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ നല്ല പച്ചക്കറിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ പൂവുണ്ടാവുന്ന ചെടിയുടെ ചുവട്ടിലോ നന്നായിട്ട് മീൻ കഴുകിയ വെള്ളത്തിൻ്റെ പുറമെ അതിലേക്ക് മീൻ കഴുകിയ വെള്ളത്തിലേക്ക് കുറച്ച് കൂടുതൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൂവിടുന്ന ചെടിയാണ് നല്ല പൂവിട്ട് നിൽക്കും, നല്ലൊരു ഗ്രോത്തായി നിൽക്കും. ചെടികളൊക്കെ ഈ പച്ചക്കറികളൊക്കെയാണെങ്കിൽ നല്ലോണം കായ്ക്കും, പൂവിടും കായ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ വെള്ളം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെടിയൊക്കെ കായ്ക്കും. അപ്പോൾ ഇതാ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് കറി വെക്കണം, കുറച്ച് പൊരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്